ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ദ ചാനൽ. സോ ഇന്ന് ഞാൻ നമ്മുടെ ചെസ്റ്റ് ഡേ ആണ്. ഇന്ന് ചെസ്റ്റാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഓൾമോസ്റ്റ് 2 മീൽ എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 6-6:30 മണിയായി. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല, കാരണം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറയുന്ന കാര്യം. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻട്രോയിൽ ഞാൻ ഈ ആഴ്ചത്തെ നമ്മുടെ വർക്കൗട്ടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൻ്റെയും ഗോള്, അതായത് എന്താണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഒരു പ്ലാൻ എന്നുള്ളത് പറയാൻ പോകാം. സോ ബേസിക്കലി എൻ്റെ ഡയറ്റ് സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മുടെ കാലറീസ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ 3100 കാലറി ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. 3100 കാലറീസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ അത് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിർത്താൻ പോകുന്നത്. അതായത് 3100 കാലറീസിൽ തന്നെ ഞാൻ പൊയ്ക്കൊണ്ട് കഴിച്ചുകൊണ്ട് പോകാനാണ്. ബട്ട് അതിൽ മാക്രോസിൽ ചെറിയ വ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ട്. ബിക്കോസ് ഓൾമോസ്റ്റ് ഞാൻ ഫോളോ ചെയ്തൊരു പാറ്റേൺ എന്ന് വെച്ചാൽ 40 ഗ്രാം 40%, 30%, 30% ആണ്. അതായത് 40% കാർബോഹൈഡ്രേറ്റ്സ്, 30% പ്രോട്ടീൻ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 30% ഫാറ്റ്. സോ അതിൽ നിന്ന് നമ്മൾ ഫാറ്റ്സ് കുറച്ചുകൊണ്ട് കാർബ് കൂട്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് 40% കാർബ് എന്നുള്ളത് 45 to 50% കാർബ്, അതുപോലെ തന്നെ പ്രോട്ടീൻ 25 to 28%, അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ഫാറ്റ്സ്. സോ ചെറിയ രീതിയിൽ ഫാറ്റ്സ് കുറച്ചുകൊണ്ട് ചെറിയ രീതിയിൽ പ്രോട്ടീനും കുറച്ചുകൊണ്ട് നമ്മൾ കാർബ്സ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 3100 കാലറീസിനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെ നമ്മളിപ്പോൾ ഒരു നെക്സ്റ്റ് 1 വീക്ക് അറ്റ്ലീസ്റ്റ് അതിൽ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. കാർഡിയോ ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല. ജസ്റ്റ് നമ്മൾ ജിമ്മിൽ പോവും, വർക്കൗട്ട് അടിക്കും, തിരിച്ചു വരും. പിന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കാറില്ല. ജസ്റ്റ് ക്രിയേറ്റിൻ എടുക്കും. ക്രിയേറ്റിൻ അതായത് നോർമൽ സെർവിങ് സൈസ് ആയിട്ടുള്ള 3 grams per day ഒരു സ്കൂപ്പ് ക്രിയേറ്റിൻ എടുക്കും. അത് മാത്രമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു 30 അല്ലെങ്കിൽ 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കും. സോ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം കൂടുതൽ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. മൈക്രോ ഫൈബേഴ്സിൽ അല്ലെങ്കിൽ മൈക്രോ ഫൈബേഴ്സിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ പൊട്ടാഷ്യം കൂടുതലുള്ള ഫുഡ്സ് കഴിക്കാൻ നോക്കും. അതായത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ബനാനാസ് ആയാലും പൊട്ടാഷ്യം കൂടുതൽ നിൽക്കുന്ന ഫുഡ് കഴിക്കാൻ നോക്കും, കുറച്ചും കൂടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡും ആഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു 2 മൈക്രോ ഫാക്ടറാണ് ഇപ്പോൾ നോക്കുന്നത്. പിന്നെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അധികം ടെൻഷൻ അതിലോട്ട് കൊടുക്കാതെ ഇപ്പോൾ നോർമലായിട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുവാണ്. പിന്നെ നോർമലായിട്ട് ജിമ്മിൽ പോകും. ജിമ്മിലെ സെയിം പ്രിൻസിപ്പിൾ, ലെസ് വോളിയം, അത് ജസ്റ്റ് ഒന്ന് മസിലിനെ മൂവ് ചെയ്തെടുക്കുക. അതാണ് ഈ ഒരു 2 ആഴ്ചത്തെ പ്ലാൻ. വോളിയം കുറച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ വോളിയം കൂട്ടിയെടുക്കേണ്ടത്, ഏതൊരു ലെവലിലാണ് നമ്മൾ പീക്ക് വോളിയം, അതായത് ഏറ്റവും കൂടുതൽ വോളിയം അടിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡീലോഡ് വീക്ക്, അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ഡീലോഡ് ആക്കുന്ന സമയം, അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. സോ ബേസിക്കലി അതുപോലെ തന്നെ ഞാനൊരു ടേമും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സോ മിക്കവർക്കും ഇപ്പോഴും ഡൗട്ടുള്ളൊരു ടേമാണ് എന്താണ് വോളിയം എന്നുള്ളത്. സോ ബേസിക്കലി വോളിയം എന്ന് വെച്ചാൽ ടോട്ടൽ ട്രെയിനിങ് ആണ്. അതാണ് ബേസിക്കലി വോളിയം എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ടോട്ടൽ എത്ര സെറ്റ്, നിങ്ങൾ ടോട്ടൽ എത്ര വർക്കൗട്ട് അടിച്ചതാണ് വോളിയം എന്നുള്ളത്. സോ അത് പല രീതിയിൽ കൂട്ടാം. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, അത് നിങ്ങൾ നിങ്ങൾ റെപ്സ് കൂടുന്ന വഴി കൂട്ടാം, നിങ്ങൾക്ക് സെറ്റ് കൂടുന്ന വഴി കൂട്ടാം, നിങ്ങൾ ചെയ്യുന്ന എഫക്റ്റീവ് റെപ്സ് കൂടുന്ന വഴി കൂട്ടാം, നിങ്ങളുടെ ഫോം മാറ്റുന്ന വഴി കൂട്ടാം, അതുപോലെ നിങ്ങൾ സൂപ്പർ സെറ്റ് ചെയ്യുന്ന വഴി കൂട്ടാം. സോ ബേസിക്കലി അതാണ് വോളിയം എന്ന് പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. സോ അതാണ് നമ്മുടെ പ്ലാൻ ഈ ആഴ്ച. ജസ്റ്റ് ഒരു 3100 കാലറീസിൽ പോവുക. നമ്മുടെ മാക്രോ ഫാക്ടേഴ്സ് 45, 20, 28, പിന്നെ ബാക്കി ഫാറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ മൊബിലിറ്റി ട്രെയിനിങ്ങും സ്ട്രെച്ചിങ്ങും ചെയ്തിട്ട് ചെറിയ വോളിയത്തിൽ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പൊട്ടാഷ്യവും അതുപോലെ തന്നെ നമ്മുടെ സിങ്കും അടങ്ങിയ ഫുഡ്സ് കുറച്ച് കൂട്ടി വയ്ക്കുക. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ആഴ്ചത്തെ ഒരു വർക്കൗട്ട് പ്ലാൻ. സോ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരാം. ഓക്കെ, സോ നമുക്കിന്ന് ജിമ്മിൽ പോയിട്ട് കാണാം. ഓക്കെ, ഓൾറൈറ്റ്. ജിമ്മിൽ ചെന്നിട്ട് ചെസ്റ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ അടിച്ചു തുടങ്ങിയത് നമ്മുടെ ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്സാണ്. സോ ഇതിനെ ഞാൻ ചെറിയ രീതിയിൽ എൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഞാൻ സീറ്റ് നല്ല രീതിയിൽ താഴോട്ട് ഇട്ടിട്ട് എൻ്റെ ഒരു ചെസ്റ്റിൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. സോ അത് അഡ്ജസ്റ്റ്മെൻറ്റ് പലർക്കും പല രീതിയിൽ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ബേസിക്കലി ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് എൻ്റെ വർക്കൗട്ടിൻ്റെ വീഡിയോ മാത്രം ഷൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാതെ ഇടണമെന്ന് ഞാൻ സംടൈംസ് വിചാരിക്കും. പക്ഷേ ജിമ്മിൽ ആൾക്കാർ നല്ല രീതിയിൽ ലൗഡ് മ്യൂസിക് ഇടുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ചില സമയത്ത് കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ
അതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടുമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് അടിക്കുന്ന സമയത്തും ലൈറ്റ് വെയിറ്റ് വെച്ച് മാത്രം വാമപ്പ് ചെയ്യാതെ നമ്മൾ വർക്കൗട്ട് സെറ്റ് അടിക്കുന്നതിന് മുമ്പ് ഒരു ഹെവി വെയിറ്റ് വെച്ചും വാമപ്പ് ചെയ്തിട്ട് അടിക്കുക. കാരണം അങ്ങനെ വാമപ്പ് ചെയ്യുന്ന വഴി നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, മൈൻഡ് മസിൽ ടെൻഷനും സ്റ്റിമുലസും നമ്മുടെ റിയൽ വർക്കിംഗ് സെറ്റിൽ കിട്ടുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്സാണ് അടിച്ചത്. കുറച്ച് വെയിറ്റ് കുറച്ചിട്ട്, അതായത് മുമ്പത്തെ വർക്കൗട്ടിൽ നിന്ന് കുറച്ച് വെയിറ്റ് കുറച്ചിട്ട് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് അടിച്ചത്. സോ 2 സെറ്റ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് അടിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ ബട്ടർഫ്ലൈ ആണ് ചെയ്തത്. അതും ലൈക്ക് കേബിളിലാണ് ചെയ്തത്. ഞാൻ നോർമൽ ബട്ടർഫ്ലൈ മെഷീനിലല്ല ചെയ്തത്. പക്ഷേ ബട്ടർഫ്ലൈയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടുത്തു, പക്ഷേ അത് ചെറിയ രീതിയിൽ മിസ്റ്റേക്കുള്ള വീഡിയോ ആയിപ്പോയി. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈസെപ്സിന് ഒരു വർക്കൗട്ട്, അതായത് ഓവർ ഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷനാണ് ചെയ്തത്. സോ ബേസിക്കലി ഓവർ ഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ട്രൈസെപ്പിൻ്റെ ലാറ്ററൽ ഹെഡാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് അതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ലാറ്ററൽ ഹെഡ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ട്രൈസെപ്പ് ഓവർ ഹെഡ് എക്സ്റ്റൻഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാം, ഫോമിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തേക്കുന്നത്. കൂടുതൽ വെയിറ്റിൽ അധികം കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല. ഫോം കറക്റ്റാക്കി നല്ല രീതിയിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷനിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ തന്നെ ഞാൻ കുറച്ച് നാൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഇനി ന്യൂ വീഡിയോസിൽ തരുന്നതായിരിക്കും. ഇതിനു മുമ്പ് മൊബിലിറ്റി ട്രെയിനിങ്ങും സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ വർക്കൗട്ട് തുടങ്ങിയത്, ഒന്ന് സേഫ് സൈഡ് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളും അങ്ങനെയാണ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ വരുന്നതിന് മുമ്പ് താങ്ക് യു ഫോർ വാച്ചിങ്.